ഇതുവരെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തെളിവുകൾ സബോട്ടേജ് ചെയ്യാൻ ശ്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഈ സർക്കാർ എടുക്കുന്ന നിലപാട്? കാരണം തെളിവുകൾ പകൽ പോലെ വ്യക്തമായിരുന്നു. ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കേരളക്കരെ ആകെ കണ്ടതാണ്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന തട്ടിപ്പ്, അതിൽ ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകേണ്ടത് തന്നെയാണ്. കാരണം എം.ആർ. അജിത് കുമാർ പല കാര്യങ്ങളിലും പോലീസ് സേനയ്ക്ക് കളങ്കം ഏൽപ്പിച്ച വ്യക്തിയാണ്. പല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പല ഘട്ടങ്ങളായി വിവാദമുണ്ടാക്കിയ വ്യക്തിയാണ്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് പോലീസ് സേനയ്ക്കാകെ തന്നെ ഒരു മെസ്സേജ് ആകും. ആ മെസ്സേജ് എന്നുള്ളത് ഈ തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല പോലീസ് സേനയ്ക്ക് എന്നുള്ളത് തന്നെയാണ്. ആ രൂപത്തിലേക്ക് ഒരു ശക്തമായ സന്ദേശമായ നടപടി ഉണ്ടാകുമോ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യവും സംശയമാണ്. ആത്യന്തികമായി പോലീസാണ്. അവരുടെ മേൽ പോറലേൽക്കുന്ന ഒരു കാര്യം. എത്ര രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെങ്കിലും പോലീസ് അതിൽ വീഴ്ചയുണ്ടാകുമോ എന്ന ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അതാണ് പ്രോസിക്യൂഷന് വീഴ്ച വന്നു എന്ന് പറയുന്ന ജഡ്ജി ഹണിയം വർഗീസ് ആണ് ഇക്കാര്യങ്ങൾ അതായത് ജാമ്യം കൊടുക്കാൻ കഴിയുന്ന വകുപ്പുകളുള്ള റിപ്പോർട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അവിടെ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഘടകവിരുദ്ധതയാണെന്ന് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വീഴ്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്.